എൻ്റെ സഹോദരങ്ങളെ, നമുക്കറിയാം വളരെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലോകരാജ്യങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. യുദ്ധഭീഷണികൾ, പലവിധ തകർച്ചകൾ, വിവിധ രാജ്യങ്ങളിലുള്ള പ്രക്ഷോഭങ്ങൾ, ലോകവ്യാപകമായ അക്രമങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, വേൾഡ് എക്കണോമി കടുത്ത പ്രതിസന്ധിയിലാണ്. ചില പകർച്ചവ്യാധികൾ ഇന്ന് വേണ്ട വളരെ കലുഷിതമായ ഒരു കാലയളവിലാണ് നമ്മളായിരിക്കുന്നത്. അനേകിടങ്ങളിൽ സമാധാനമില്ല. സമാധാനം എന്തെന്നറിയാത്ത ഒരു തലമുറ. നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് ഒത്തിരി അസ്വസ്ഥമാണ്. നമ്മുടെ സമൂഹങ്ങൾ വളരെ പ്രയാസകരമായ വേദനകളിലൂടെ കടന്നു പോകുന്നു. ഇന്ന് അനേകം ജീവിതങ്ങൾ മുറിവേറ്റിരിക്കുകയാണ്. സമാധാനം എന്തെന്നറിയാത്ത വിധം അവർ ഇന്ന് വളരെ ആകുലരും ഉത്കണ്ഠാചിത്തരുമാണ്. എൻ്റെ സഹോദരങ്ങളെ, ലോകം മുഴുവൻ ഇന്ന് കാണുന്ന ഈ അസ്വസ്ഥതകളുടെയും അസമാധാനത്തിൻ്റെയും അടിസ്ഥാന കാരണം എന്താണ്? ഇതൊന്നും അവിചാരിതങ്ങളല്ല. പരിശുദ്ധ വചനത്തിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പരിശുദ്ധാത്മാവ് ഈ പ്രവചന വചനങ്ങളെല്ലാം തൻ്റെ സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവനത് അറിയിച്ചു കൊടുക്കുന്നു. ആരെല്ലാം ആത്മാവിനെ അനുസരിക്കുന്നുവോ അവരിലേക്ക് ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ പ്രകാശിപ്പിക്കുകയാണ്. വെളിപാട് പുസ്തകം 6-ാം അധ്യായം 4-ാം വചനത്തിൽ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ആ വചനം വായിക്കണമേ. അപ്പോൾ തീക്കനലിൻ്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരുന്നവനെ അധികാരം നൽകപ്പെട്ടു. ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുവാൻ അതിന് അധികാരം നൽകപ്പെട്ടു. എൻ്റെ സഹോദരങ്ങൾ, നമ്മളിന്ന് കാണുന്ന ഈ അസ്വസ്ഥതകളുടെയും അസമാധാനത്തിൻ്റെയും പലവിധ കലഹങ്ങൾ, അക്രമങ്ങൾ, ഭീകര പ്രവർത്തനങ്ങൾ, ഇന്ന് ഈ ലോകം വളരെ കലുഷിതമായിരിക്കുന്ന ഈ സാഹചര്യത്തിൻ്റെ പ്രധാന കാരണം ഈ വചനത്തിലൂടെ ആത്മാവ് കാണിച്ചു തരികയാണ്. ഭൂമിയിൽ നിന്ന്, ലോക ജനതയിൽ നിന്ന് സമാധാനം നീക്കിക്കളയുവാൻ അതിന് അധികാരം നൽകപ്പെട്ടു. അനേക കുടുംബങ്ങൾ ഇന്ന് അസ്വസ്ഥതയിലും തകർച്ചയുടെ വക്കിലെ, ഒരുപാട് ജീവിതങ്ങൾ സന്തോഷമില്ലാതെ അസ്വസ്ഥരും ആകുലചിത്തരുമായി മാറിയിരിക്കുന്നു. ലോകം മുഴുവൻ ഇന്ന് കാണുന്നത് ഒരു അസമാധാനമാണ്. സമാധാനമില്ല, പീസില്ല. സ്വസ്ഥതയ്ക്ക് വേണ്ടി ലോക ജനത ഇന്ന് നിലവിളിക്കുകയാണ്. എൻ്റെ സഹോദരൻ, ഇപ്രകാരമുള്ളൊരു കാലഘട്ടത്തിൽ കർത്താവിനോട് ചേർന്ന് വിശുദ്ധിയിൽ ജീവിക്കാൻ, ദൈവവചനത്തെ മുറുകെ പിടിച്ച് നമ്മുടെ വ്യക്തി ജീവിതവും കുടുംബവും കർത്താവിന് സഭയ്ക്കും ഒരു സാക്ഷ്യമായി മാറണമെങ്കിൽ പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ മുദ്ര നമുക്ക് കൂടിയേ തീരൂ. കർത്താവിൻ്റെ ജ്ഞാനത്താൽ ദൈവജനം നയിക്കപ്പെടുന്ന ഒരു കൃപയിലേക്ക് നമ്മളെല്ലാവരും ഉയർത്തപ്പെടേണ്ട ഒരു സമയമാണിത്. വെളിപാട് പുസ്തകം 14-ാം അധ്യായം 7-ാം വചനത്തിൽ വിശുദ്ധനെ യോഹന്നാൻ കാണുകയാണ്. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തെ ഭയപ്പെടുകയും അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുവിൻ. എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, ഈ ന്യായവിധിയുടെ ചില അടയാളങ്ങളാണ് ഇന്ന് ലോകരാജ്യങ്ങളിലും ജനപദങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്ന ഈ സംഭവവികാസങ്ങൾ, മാറ്റങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, അസ്വസ്ഥതകൾ, യുദ്ധക്കെടുതികൾ, പലവിധത്തിലുള്ള വിനാശങ്ങളൊന്നും അവിചാരിതങ്ങളല്ല. അതെല്ലാം ഈ ന്യായവിധിയുടെ ചില അടയാളങ്ങളാണെന്ന് ആത്മാവ് വ്യക്തമായി നമ്മോട് സംസാരിക്കുകയാണ്. അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. ഇനി ഈ ലോകത്തിന് വളരെ കംഫർട്ടോടുകൂടി പോകാൻ സാധിക്കില്ല സഹോദരങ്ങളെ. ഈ ഒരു സമയത്താണ് പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ ആവശ്യം ഏറ്റവും അധികം നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ മുദ്രയില്ലെങ്കിൽ നമ്മൾ വഴിതെറ്റിക്കപ്പെടും. പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ ചൈതന്യം നമ്മിൽ ഇല്ലെങ്കിൽ നമ്മൾ കൃപയിൽ വീണുപോകാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ന് ഈ കാലഘട്ടത്തിലുണ്ട്. ഈ സത്യം മനസ്സിലാക്കി
പരിശുദ്ധ ജ്ഞാനത്താൽ നമ്മളെല്ലാം മുദ്രിതരാകുവാൻ കണ്ണുനീരോടെ നമ്മൾ ദൈവത്തിന് മുൻപിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അതുകൊണ്ടാണ് ജ്ഞാനപുസ്തകത്തിൽ 6-ാം അധ്യായം 24-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നത്, ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിന് രക്ഷയാണ്. ഇപ്രകാരം കലുഷിതമായ പ്രതിസന്ധികൾ നിറഞ്ഞ അസ്വസ്ഥമായ വളരെ വിനാശകരമായ സാഹചര്യത്തിലൂടെ ഈ ലോകജനത കടന്നു പോകുമ്പോൾ പരിശുദ്ധ ജ്ഞാനമുള്ളവരുടെ എണ്ണം ലോകത്തിന് സുരക്ഷിതത്വമാണ്, ലോകത്തിന് രക്ഷയാണ്. ഇനി ജ്ഞാന വെളിച്ചം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ലോകത്തിൽ ഇത്രമാത്രം വിനാശങ്ങളും തകർച്ചകളും അസ്വസ്ഥതകളും ഇന്ന് നടമാടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ജ്ഞാന ചൈതന്യം മനുഷ്യാത്മാക്കളിൽ കെട്ടുപോയി. സത്യവചനം പറയാണ്, ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിന് രക്ഷയാണ്, അത് ലോകത്തിന് അനുഗ്രഹമാണ്. ലോകത്തിന് മാത്രമല്ല, കർത്താവിൻ്റെ സഭയ്ക്ക് ഈ ജ്ഞാനികളുടെ എണ്ണം അത് സഭയ്ക്ക് ബ്ലെസ്സിംഗ് ആണ്. പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ മുദ്രയുള്ള വന്യവൈദികര്, സമർപ്പിതര്, സന്യസ്തര്, ആത്മായ പ്രേക്ഷിതര്, അപ്രകാരമുള്ള ദമ്പതിമാര്, യുവജനങ്ങള് നമ്മുടെ സഭയിലുണ്ടെങ്കിൽ നമ്മുടെ സഭ കർത്താവിൻ്റെ മഹത്വമായി ഈ ലോകത്തിൽ പ്രശോഭിതയാകും. ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായി നിലയുറപ്പിക്കുമെന്നുള്ള ആ സക്രിയ പ്രവചനത്തിലെ ശ്രേഷ്ഠമായ വചനം നമ്മുടെ സഭയിലും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കൃപയാക്കി പരിശുദ്ധാത്മാവ് മാറ്റും. ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിന് മാത്രമല്ല, സഭയ്ക്കും അത് അനുഗ്രഹമാണ്, രക്ഷയാണെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് അസ്വസ്ഥതകളെ കാരണം, സഭയിൽ പല പ്രതിസന്ധികളുടെ കാരണം, ലോകരാജ്യങ്ങളിൽ ജനപദങ്ങളിൽ ഇന്ന് പലപ്പോഴും പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ പല പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ ഇന്ന് നടമാടുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ ജ്ഞാന ചൈതന്യം നഷ്ടപ്പെട്ടു പോയതാണ്. ഈ പരിശുദ്ധ ജ്ഞാനമുള്ളവരെ ഇന്ന് വളരെ കുറഞ്ഞു വരുന്നു. ജ്ഞാനികളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ടാണ് ലോകത്തിൽ ഇത്രമാത്രം അസ്വസ്ഥതകളും പ്രതിസന്ധികളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പൗലോസ്ലീഹ കൂടെ സഭയോട് പറയുന്ന മനോഹരമായ ഒരു പ്രവചന വചനമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു മറ്റേത് നാളുകളേക്കാൾ ഉപരി ഈ ഒരു സമയത്തിൽ ഈ വചനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വചനം. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ക്ലേശപൂർണമായ സമയങ്ങൾ, പ്രതിസന്ധികളുടെ സമയങ്ങൾ, വലിയ കഷ്ടതയുടെ സമയങ്ങൾ, കൊടിയ തകർച്ചകളുടെ വിനാശത്തിൻ്റെ സമയങ്ങൾ വരും. ഈ സമയങ്ങളിൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ, വിശ്വസ്തതയിൽ വ്യാപരിക്കുവാൻ, ദൈവവചനത്തെ എവിടെയും മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ മുദ്ര നമുക്ക് വേണം. ഈ ജ്ഞാന ചൈതന്യം ഉള്ളവർക്ക് മാത്രമാണ് ഈ ഒരു കാലഘട്ടത്തിലെ കൃപയോടെ ജീവിക്കാൻ സാധിക്കുള്ള. സഹോദരങ്ങളെ, ഇത് ക്ലേശപൂർണമായ സമയത്തിൻ്റെ നാളുകളാണ്. എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്? ക്ലേശപൂർണമായ ദിനങ്ങളുടെ സമയമാണിത്. നമ്മൾ ശ്രദ്ധിക്കുക. ഈ പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് ഈ ജ്ഞാന ചൈതന്യം നമ്മളിലേക്ക് പകരപ്പെടേണ്ടത്? കർത്താവിൻ്റെ ജ്ഞാനത്തിൽ നമ്മുടെ കുടുംബങ്ങൾ നയിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത, ഈ പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ ചൈതന്യം നമ്മുടെ സഭയെ മുഴുവൻ പ്രകാശിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം. ഒന്നാമതായി ഈ പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ ആവശ്യകത ഈ കാലഘട്ടത്തിൽ അതിലൊന്നാമതായി വരുന്നത് കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുവാനാണ്. കാലത്തിൻ്റെ പ്രത്യേകതകൾ തിരിച്ചറിയണമെങ്കിൽ അത് നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് സാധിക്കില്ല. നമ്മുടെ മാനുഷിക പാണ്ഡിത്യത്തിനോ ലോക പരിജ്ഞാനത്തിനൊന്നും കാലത്തിൻ്റെ സൂചനകൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ അടയാളങ്ങളിലൂടെ സ്വർഗം തരുന്ന പ്രവചന വചനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത് ലൗകിക മനുഷ്യന് സാധിക്കില്ല, ലോകപരമായ അറിവുകൾക്ക് സാധിക്കില്ല. അതിന് പരിശുദ്ധ ജ്ഞാനം വേണം. മിജുഗുറിയായിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞ മനോഹരമായൊരു സന്ദേശമുണ്ട്. കാലത്തിൻ്റെ അടയാളങ്ങൾ വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിനായി എന്നും പരിശുദ്ധ ജ്ഞാനത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം.
അമ്മ മാതാവിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ ശക്തമായൊരു പ്രവചന സന്ദേശമാണ്, കാലത്തെ വ്യാഖ്യാനിക്കുവാനായി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി പരിശുദ്ധ ജ്ഞാനത്തിനായി ആഗ്രഹിക്കണം. ഹോളി വിസ്ഡം. അപ്പം കാലത്തിൻ്റെ സൂചനകൾ തിരിച്ചറിയണമെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ മാനുഷിക ബുദ്ധിക്കോ ലോകം തരുന്ന ഒരു അറിവ് കൊണ്ട് നമുക്ക് സാധിക്കില്ല. ലോകത്തിൻ്റെ ഒരു ഡാറ്റ കൊണ്ടും ഈ കാലത്തിൻ്റെ അടയാളങ്ങളെ വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിനെ പരിശുദ്ധമായ ജ്ഞാനത്തിൻ്റെ മുദ്ര നിൻ്റെ മേലുണ്ടാകണം. ഈ ജ്ഞാനത്തിൻ്റെ ഒരു നിറഞ്ഞൊഴുക്കിനാൽ നമ്മുടെ കുടുംബങ്ങൾ, ജീവിതങ്ങൾ നിറയണം. നമ്മുടെ കർത്താവ് പറഞ്ഞു, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 3-ാം വചനത്തിൽ എന്താണ് ഈശോ പറഞ്ഞത്? രാവിലെ നിങ്ങൾ പറയുന്നു, ആകാശം ചെമന്ന് മൂടിയിരിക്കുന്നു, ഇന്ന് കാറ്റും കോളും ഉണ്ടാകും. ആകാശത്തിന്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു, എന്നാൽ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ? കർത്താവ് ഇന്ന് ഈ ചോദ്യം നമ്മോട് ചോദിക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുന്നില്ല? കാലത്തിന്റെ സൂചനകളിലൂടെ ദൈവം തരുന്ന സന്ദേശങ്ങൾ, സ്വർഗം തരുന്ന മുന്നറിയിപ്പുകൾ അറിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരായി, ആത്മീയ മന്നോഷത ബാധിച്ച ആത്മാക്കളായി നമ്മൾ നശിച്ചു പോകരുതെന്ന് കർത്താവിന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഈ വചനങ്ങൾ ആത്മാവ് നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അറിയുന്നില്ലേ? എന്തറിയുന്നില്ലേ? കാലത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങൾ അറിയുന്നില്ലേ? സഹോദരങ്ങളെ, ഈ അടയാളങ്ങൾ അറിയാൻ പരിശുദ്ധ ജ്ഞാനം വേണം. ഹോളി വിസ്ഡം, പരിശുദ്ധ ജ്ഞാനം. ലൂക്കായുടെ സുവിശേഷം 12:56 ഇതേ വചനം ഈശോ പഠിപ്പിക്കുകയാണ്. ആകാശത്തിന്റെ ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം, എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാലത്തെ വ്യാഖ്യാനിക്കാത്തത്? അപ്പോൾ ഈ കാലത്തെ വ്യാഖ്യാനിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ കഴിവിനോ നമ്മുടെ മാനുഷികമായ വൈഭവങ്ങൾക്കൊന്നും സാധ്യമല്ല. അതിന് പരിശുദ്ധ ജ്ഞാനം വേണം. ജ്ഞാനപുസ്തകം 8-ാം അധ്യായം 8-ാം വചനത്തിൽ ഇതേ സത്യം പരിശുദ്ധാത്മ ഉറപ്പിക്കുകയാണ്. വിപുലമായ അനുഭവ ജ്ഞാനമാണ് നിങ്ങൾ ഇച്ഛിക്കുന്നതെങ്കിൽ അവൾക്ക് ഭൂതവും ഭാവിയും അറിയാം. ജ്ഞാനത്തിന്, പരിശുദ്ധ ജ്ഞാനത്തിന് ഭൂതവും ഭാവിയും അറിയാം. മൊഴികളുടെ വ്യാഖ്യവും കടങ്കഥകളുടെ പൊരുളും ഈ ജ്ഞാനത്തിനറിയാം. അടയാളങ്ങളും അത്ഭുതങ്ങളും പരിശുദ്ധ ജ്ഞാനം മുൻകൂട്ടി കാണുന്നു. കാലങ്ങളുടെയും ഋതുക്കളുടെയും ഫലങ്ങൾ അവൾക്കറിയാം. കാലങ്ങളെ വ്യാഖ്യാനിക്കുവാൻ പരിശുദ്ധ ജ്ഞാനത്തിനറിയാം. കാലത്തെ വ്യാഖ്യാനിക്കുവാൻ പരിശുദ്ധ ജ്ഞാനത്തെ അറിയാം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഈ ജ്ഞാന ചൈതന്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ മുദ്രയുള്ള വിശ്വസ്തരായ ആത്മാക്കളായി നമ്മൾ ഈ കാലഘട്ടത്തിൽ കത്തിജ്വലിക്കണം, പ്രകാശിതരാകണം. എന്താണ് ഈ കാലത്തിൻ്റെ പ്രത്യേകതകൾ? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3 മുതൽ 44 വരെയുള്ള വചനങ്ങളിൽ കുറേയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങളിത് ഒരു ഹോംവർക്കായിട്ട് തിരിക്കുകയാണ്. നിങ്ങൾ വായിച്ച് പഠിച്ച് ധ്യാനിക്കണം. ഇത് കടങ്കഥകളല്ല, വെറുതെ മാനുഷികമായ ചില കൽപ്പിത അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കല്ല. നിങ്ങൾ ആ വചനം ശ്രദ്ധിച്ച് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3 മുതൽ 44 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കണം, ശ്രദ്ധയോടെ വായിക്കണം, വായിച്ചു പഠിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ സൂചനകൾ, ഈ അടയാളങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതങ്ങൾ ആത്മീയമായി ഒരുക്കുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, ഞങ്ങളുടെ സഭയെ നവീകരിക്കുവാൻ, ലോകം മുഴുവനെയും സുവിശേഷവൽക്കരിക്കുവാനുള്ള പരിശുദ്ധ ജ്ഞാനം കൊണ്ട് അഭിഷേകം ചെയ്യണമേ. ജ്ഞാന ചൈതന്യം നൽകണമേ. പരിശുദ്ധ ജ്ഞാനത്തിന്റെ മുദ്രയാൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? കർത്താവിൻ്റെ സത്യവചനത്തിൻ്റെ പൊരുളുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇത് ഈശോയുടെ വചനമാണ്. തൻ്റെ സഭയോട് കർത്താവ് പറഞ്ഞു, ഈ അടയാളങ്ങളെല്ലാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ നന്നായി ഒരുങ്ങിക്കൊള്ളുക, നിങ്ങൾ അനേകരെ ഒരുക്കുക, സഭയെ സജ്ജമാക്കുക, ലോകത്തെ സുവിശേഷവൽക്കരിക്കുക. സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കുക. തുറന്ന് ദൈവത്തിൻ്റെ വചനം പറയാണ്, ഈ അടയാളങ്ങൾ ലോകത്തിൽ കാണുമ്പോൾ, ഈ പല അടയാളങ്ങൾ സഭയിൽ വെളിപ്പെടുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകേണ്ട. ഈ അടയാളങ്ങളെല്ലാം ദൈവിക ജ്ഞാനത്തിൽ, ഈ പരിശുദ്ധ ജ്ഞാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദാനിയേൽ പ്രവചനം 12:10 വചനം പറയുന്നു,
അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കും. ഇത് നമ്മൾ ചെയ്യേണ്ടത്. ഈ അടയാളങ്ങളിലൂടെ ആത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ, പരിശുദ്ധ ജ്ഞാനത്തിലൂടെ ഈ അടയാളങ്ങൾ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. സകല പാപങ്ങളിൽ നിന്നും, എല്ലാവിധ അശുദ്ധതകളിൽ നിന്നും, മലിനതകളിൽ നിന്ന്, ലോകത്തിന് ജഡമോഹങ്ങളിൽ നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിച്ച് വെണ്മയുള്ളവരാക്കി മാറ്റുക. വിശ്വസിച്ച് രാമേൻ പറഞ്ഞേ. സ്തുതിക്കുന്നത് കർത്താവ്. ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ള കാലമല്ല ഇത്. നമ്മുടെ ആത്മരക്ഷ ഉറപ്പുവരുത്തി ജീവിക്കാനുള്ള സമയം, ദൈവവചനത്തിൽ ജീവിക്കുവാനുള്ള സമയം, വിശുദ്ധിയുടെ ആത്മാവിൽ വളരുവാനുള്ള സമയം, തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാനുള്ള സമയം, വെണ്മയുള്ളതാക്കുവാനുള്ള സമയം. എന്നാൽ ഇതെല്ലാവർക്കും മനസ്സിലാവില്ല. ഈ പരിശുദ്ധ ജ്ഞാനത്തിന്റെ മുദ്രയില്ലാത്ത ഒരു ആത്മാവിനും ഈ അടയാളങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയില്ല. അവരത് പുച്ഛിക്കും. ഒരു പറയും ഇതൊക്കെ സാധാരണമല്ലേ. അവരത് നിസാരവൽക്കരിക്കും. കെയർലെസ്, വളരെ ലാഘവമായി അടയാളങ്ങളെ കാണും. പരിശുദ്ധ ജ്ഞാനത്തിന്റെ മുദ്രയുള്ള ഒരു ആത്മാവിന് മാത്രമാണ് ഈ അടയാളങ്ങളിലൂടെ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്നത്. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, സഭയെ നവീകരിക്കുവാൻ, ധീരതയോടെ കർത്താവിന്റെ വചനത്തിന് സാക്ഷ്യം നൽകുവാൻ, ലോകത്ത് ഇവാഞ്ചലൈസ് ചെയ്യാൻ കഴിയുന്നത് ഈ ജ്ഞാനത്തിന്റെ മുദ്രയുള്ളവർക്കാണ്. ആമേൻ, ആമേൻ, ആമേൻ. ഓ, സ്തുതിക്കുന്നു കർത്താവ്. ഹോളി സ്പിരിറ്റ്. ആ വചനത്തിന്റെ സെക്കൻഡ് പാർട്ടിലോട്ട് നിങ്ങൾ വന്ന് ശ്രദ്ധാപൂർവ്വം നിങ്ങളെ വചനം ഉച്ചത്തിൽ വായിക്കണം. എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും. ഈ ജ്ഞാനചൈതന്യം ഇല്ലാത്തവർക്ക് അവർ പാപത്തിൽ ജീവിക്കും, അശുദ്ധിയിൽ ജീവിക്കും. ലോകത്തിന്റെ സുഖലോലുപതകളെ അവർ മുങ്ങിത്താഴും. അവർ ദുഷ്ടത പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അവർക്ക് മാനസാന്തരമില്ല, ശുദ്ധീകരണ അനുഭവമില്ല, അവർക്ക് നിത്യജീവന്റെ വെളിച്ചമില്ല. അവർ അശുദ്ധിയിലും പാപത്തിലും ലോകമോഹങ്ങളിലും ജീവിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ ജ്ഞാനികൾ ഗ്രഹിക്കും. പരിശുദ്ധ ജ്ഞാനത്തിന്റെ മുദ്രയുള്ള എല്ലാ ആത്മാക്കളും ഇത് ഗ്രഹിക്കും, ഇത് മനസ്സിലാക്കും. ഇത് മനസ്സിലാക്കി അവർ അവരെ തന്നെ ശുദ്ധീകരിക്കും. അവരുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കും. അവരുടെ സഭയെ നവീകരിക്കുവാൻ വേണ്ടി അവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും, ത്യാഗങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കും. അവർ ലോകത്തിന്റെ മാനസാന്തരത്തിനു വേണ്ടി നിലവിളിക്കും. സഹോദരങ്ങളെ, ഈ ദൈവീക സത്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമാകണമെങ്കിൽ പരിശുദ്ധ ജ്ഞാനത്തിന്റെ മുദ്രയുണ്ടാകണം. ഇവിടെയാണ് ജ്ഞാനത്തിന്റെ ആവശ്യകത നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം, കർത്താവിൻ്റെ വിസ്ഡം നമ്മളെ നയിക്കണം. യോഹന്നാൻ ശ്ലീഹ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട 2000 വർഷങ്ങൾക്ക് മുമ്പ് സഭയോട് പറഞ്ഞത്. വെളിപാട് പുസ്തകം 13-ാം അധ്യായം 8-ാം വചനത്തിൽ യോഹന്നാൻ ശ്ലീഹ പറയാണ്, വെളിപാട് 13:18, ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത്. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ. ശ്രദ്ധിക്കുക, ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത്. എവിടെ? ഈ ഒരു കാലഘട്ടത്തിലെ ദൈവജനത്തിന് പരിശുദ്ധ ജ്ഞാനത്തിന് മുദ്ര വേണം. ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ അവർ നയിക്കപ്പെടണം. ജ്ഞാന ചൈതന്യത്തിൽ ജീവിക്കണം. ഇല്ലെങ്കിൽ ഈ അടയാളങ്ങൾ തിരിച്ചറിയാൻ പറ്റാതെ ലോകമോഹത്തിലും ജഡീകതയിലും ജീവിച്ച് നമുക്ക് ആത്മനാശം സംഭവിക്കാൻ ഒരുപാട് സാധ്യതയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് തരികയാണ്. വാണിംഗ് മെസ്സേജ്. ഇതൊരു മുന്നറിയിപ്പിൻ്റെ സന്ദേശമാണ് സഹോദരൻ. നമ്മുടെ കുടുംബങ്ങൾ ഇത് ഏറ്റെടുക്കണം. ഇത് കേൾക്കുമ്പോൾ അത്ര രസകരമായി സുഖകരമായി നമുക്ക് തോന്നുന്നില്ലെങ്കിലും ഇത് നിന്റെ ആത്മരക്ഷയ്ക്ക് ആവശ്യമാണ്. നിന്റെ കുടുംബത്തിന്റെ സംരക്ഷണത്തിന്, നിന്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കാൻ, നിന്റെ തലമുറ സൗഖ്യം പ്രാപിക്കാൻ, നിന്റെ ജീവിതത്തിന് മേൽ ആത്മശക്തി ഇറങ്ങി വരുവാൻ ഈ തിരുവചന സത്യങ്ങൾ നമ്മൾ ഗ്രഹിക്കണം സഹോദരങ്ങളെ. പരിശുദ്ധ ജ്ഞാനത്തിന് മുദ്രയാൽ പ്രകാശിക്കുന്ന ആത്മാക്കളായി മാറണം. ജീസസ് ആമേൻ, 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 ആമേൻ. രണ്ടാമത്തെ ആവശ്യകത, ഈ പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ രണ്ടാമത്തെ ആവശ്യകതയിൽ നമ്മൾ ചിന്തിക്കുന്നത്, പ്രതിസന്ധികളെ പരിഹരിക്കുവാൻ പരിശുദ്ധ ജ്ഞാനം വേണം.
നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത ഒരുപാട് പ്രതിസന്ധികളുണ്ട് നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. എന്തിന്? നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ട്, നമ്മുടെ സമൂഹത്തിലും, അതിലേറെ നമ്മുടെ സഭയിലുമുണ്ട്. നമ്മൾ ചിന്തിക്കും ആ പ്രശ്നം എനിക്ക് പരിഹരിക്കാൻ പറ്റും, ഞാനൊന്ന് സംസാരിച്ചാൽ തീരുന്ന വിഷയമുള്ളൂ. ചില കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. എന്നാൽ ചില കാര്യങ്ങൾ നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നും പരിഹരിക്കാൻ പറ്റില്ല. അതിന് പരിശുദ്ധ ജ്ഞാനം വേണം. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് നീ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുമ്പോഴാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്നത്. കർത്താവിൻ്റെ ആലോചനയെ നീ പ്രശ്നങ്ങളെ പരിഹരിക്കണം. ഈ ആലോചന ലഭിക്കുന്നത് പരിശുദ്ധ ജ്ഞാനത്തിലൂടെയാണ്. ജ്ഞാന ചൈതന്യമുള്ളവർക്ക് കർത്താവിൻ്റെ മനസ്സറിയാൻ പറ്റും. നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് ധ്യാനിക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ പണിയപ്പെടേണ്ടത് ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചല്ല, പരിശുദ്ധ ജ്ഞാനത്താൽ നമ്മുടെ കുടുംബങ്ങൾ പണിയപ്പെടണം. നമ്മുടെ സഭ പണിയപ്പെടേണ്ടത് കർത്താവിൻ്റെ വിശുദ്ധത്തിലാണ്, ഹോളി വിശുദ്ധത്തിലാണ്. നമ്മുടെ തലമുറ പണിയപ്പെടേണ്ടത് ഈ പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ മുദ്രയിലാണ്. സുഭാഷിത പുസ്തകം 14:1 ഈ സത്യം ആത്മാവ് പറഞ്ഞു തരുന്നുണ്ട്. ജ്ഞാനം വീട് പണിയുന്നു. എല്ലാവരും ഉച്ചത്തിൽ സ്വരമുയർത്തി പറഞ്ഞേ, ജ്ഞാനം വീട് പണിയുന്നു. ജ്ഞാനം വീട് പണിയുന്നു. ജ്ഞാനം വീട് പണിയുന്നു. അപ്പൊ നമ്മുടെ വീട് പണിയപ്പെടേണ്ടത് പരിശുദ്ധ ജ്ഞാനത്താലാണ്. ഹോളി വിസ്ഡം, ഹോളി വിസ്ഡം. പരിശുദ്ധ ജ്ഞാനത്താൽ നമ്മുടെ ഭവനങ്ങൾ പണിയപ്പെടണം, നമ്മുടെ സഭ പണിയപ്പെടണം, നമ്മുടെ ദേശങ്ങൾ പണിയപ്പെടണം, നമ്മുടെ തലമുറകൾ പണിയപ്പെടണം. അത് പാപത്തിൻ്റെ മാലിന്യങ്ങളല്ല, വ്യഭിചാരത്തിൻ്റെ അടിസ്ഥാനത്തിന്മേലല്ല, മദ്യത്തിൻ്റെ അടിസ്ഥാനത്തിന്മേലല്ല, പണത്തിൻ്റെ അടിസ്ഥാനത്തിന്മേലല്ല, ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതകളുടെ അടിസ്ഥാനത്തിന്മേലല്ല. പരിശുദ്ധ ജ്ഞാനത്താൽ നിന്റെ കുടുംബം പണിയപ്പെടണം. അപ്പോൾ ഒരു അപ്പന് ഈ ജ്ഞാനം വേണം, ഒരു അമ്മയ്ക്ക് ഈ പരിശുദ്ധ ജ്ഞാനം വേണം, ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിന്, ഒരു സഹോദരിക്ക് ഒരു സഹോദരനെ, ഒരു മകന് ഒരു മകൾക്ക് ഈ പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ മുദ്ര വേണം. ഈ ജ്ഞാനമുദ്രയുള്ളവരിലാണ് ആ വിധം ഈ കുടുംബങ്ങൾ വളരുന്നത്. സഭയുടെ വൈദികർക്ക് ഈ പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ മുദ്ര വേണം. സഭയുടെ സമർപ്പിതർക്ക്, സന്യസ്തർക്ക്, ആത്മായ പ്രേക്ഷിതർക്ക് ഈ പരിശുദ്ധ ജ്ഞാന ചൈതന്യം വേണം. എങ്കിൽ മാത്രമാണ് സഭ ഈ ജ്ഞാനത്തിൽ പണിയപ്പെടുന്നത്. സുഭാഷിതങ്ങൾ 9:1 ആ വചനം നിങ്ങൾ വായിച്ച്, ഡിസ്പ്ലേ വരുന്നില്ല, എന്ന് വായിച്ച്. ജ്ഞാനം ഭവനം പണിയുന്നു. കണ്ടു, സുഭാഷിതം 9:1 പറയാൻ, ജ്ഞാനം ഭവനം പണിയുന്നു. ജ്ഞാനത്താൽ നമ്മുടെ കുടുംബങ്ങൾ പണിയപ്പെടണം, നമ്മുടെ സഭ പണിയപ്പെടണം, തലമുറകൾ ജ്ഞാനത്താൽ പണിയപ്പെടണം. എൻ്റെ സഹോദരങ്ങളെ, ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ സത്യം നമ്മൾ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്ക്. പ്രതിസന്ധികൾ, ഇപ്പോൾ കർത്താവിന് ഒരുപാട് ഒപ്പോസിഷൻസ് ഉണ്ടായി. അന്നത്തെ മത നേതാക്കളിൽ നിന്ന്, ജനപ്രമാണികളിൽ നിന്ന്, പലരിൽ നിന്നും പലവിധ പ്രതിസന്ധികൾ, ക്രൈസിസുകൾ ഈശോയുടെ ജീവിതത്തിൽ, ശുശ്രൂഷകളിലുണ്ടായി. അതിലൊരു സംഭവം ഞാൻ കാണിച്ചു തരും. നമുക്കറിയാവുന്ന സംഭവമാണ്. പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ കൊണ്ടുവന്നു. അവളെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ഈ പരിശുദ്ധ ജ്ഞാനത്തിൽ നിറഞ്ഞ്, കാരണം ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ് ഈശോ. ഹോളി വിസ്ഡം കർത്താവായ ഈശോയാണ്. ഹാഗിയ സോഫി എന്ന് പറയുന്നത് ഈശോയാണ്, ജീസസ് ആണ്, യേശു ക്രിസ്തുവാണ്. ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്, അത് മാനുഷിക ബുദ്ധിയിൽ നിന്ന് വരുന്ന വാക്കല്ല, പരിശുദ്ധ ജ്ഞാനത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനമാണിത്, വാക്കുകളാണിത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 7-ാം വചനത്തിൽ ഈശോ പറഞ്ഞത്, അവർ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഇത് പുസ്തകം വായിച്ച് കിട്ടുന്ന ഒരു അറിവല്ല, സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന അറിവല്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ലഭിക്കുന്ന ഒരു അറിവല്ല, ഇത് ലോകം തരുന്ന അറിവല്ല, ഇത് പരിശുദ്ധ ജ്ഞാനമാണ്, ഹോളി വിസ്ഡം. ഇത് സ്വർഗത്തിൽ നിന്ന് വരുന്നതാണ്. ആ പരിശുദ്ധ ജ്ഞാനത്തിൽ നിറഞ്ഞവനായിരുന്നു നമ്മുടെ കർത്താവായ യേശു. ഈ ജ്ഞാന വചസ്സുകൾ അവനിലൂടെ പുറപ്പെട്ടു, ജ്ഞാനത്തിൻ്റെ വചനം പുറപ്പെട്ടു. അവരെല്ലാം ഇളിഭ്യരായി, ഓരോരുത്തരുമായി കല്ലിട്ട് അവരൊക്കെ വിട്ടുപോയി എന്നാണ് പറയുന്നത്.
കർത്താവ് ചോദിച്ചു, ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ? അവളോട് ഇല്ല കർത്താവേ. കർത്താവ് പറഞ്ഞു, ഇനിമേൽ നീ പാപം ചെയ്യരുത്. കർത്താവ് അവളെ വിശുദ്ധീകരിക്കുകയാണ്, അവളെ തനിക്കുള്ളവളാക്കി മാറ്റുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധ ഇത് പ്രതിസന്ധികൾ, കർത്താവ് ഒരു ക്രൈസിസിൻ്റെ മുൻപിൽ ആ സമയത്ത് ജ്ഞാനം വെളിപ്പെടുകയാണ്. നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കാൻ, ചില നിർണായകമായ ഒരു പ്രതിസന്ധി വരുന്നു. എങ്ങനെ മുന്നോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ വിഷമിക്കുമ്പോൾ ഈ പരിശുദ്ധ ജ്ഞാനം നിന്നെ സഹായിക്കും, നിന്റെ കുടുംബത്തെ സഹായിക്കും, നമ്മുടെ മിനിസ്ട്രികളെ സഹായിക്കും. പലവിധ പ്രശ്നങ്ങൾ മൂലം നമ്മൾ നട്ടം തിരിയുമ്പോൾ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ ആകുലപ്പെടുമ്പോൾ ഈ പരിശുദ്ധ ജ്ഞാനം നമ്മളെ സഹായിക്കുക മാത്രമല്ല സഹോദരങ്ങളെ, ആ പ്രശ്നം പരിഹരിക്കുവാനുള്ള കൃപ കൊണ്ട് നമ്മെ നിറയ്ക്കും, കൃപ കൊണ്ട് നിറയ്ക്കും. നമ്മൾ ഈ സത്യം മനസ്സിലാക്കും. നിങ്ങൾ സോളമൻ രാജാവിൻ്റെ ജീവിതത്തിലോട്ട് വരിക. വലിയ ജ്ഞാനിയായിരുന്നു, ഈ പരിശുദ്ധ ജ്ഞാനത്തിന് മുദ്രയുള്ളവനായിരുന്നു സോളമൻ. സോളമൻ്റെ അടുത്ത് 2 സ്ത്രീകൾ വന്നിട്ട് അവർ തർക്കമുന്നയിച്ചു. 2 സ്ത്രീകളും പറഞ്ഞു, ഈ കുഞ്ഞ് അവരവരുടെ കുഞ്ഞാണ്, ഇതെൻ്റെ കുഞ്ഞാന്ന് ഒരുത്തി പറഞ്ഞു. മറ്റൊരുത്തി പറഞ്ഞു, അത് അവളുടെ കുഞ്ഞാണ്. 2 പേരും ആ കുഞ്ഞിന് വേണ്ടി ഞാനാണ് ആ കുഞ്ഞിൻ്റെ അമ്മ, ഞാനാണ് ആ കുഞ്ഞിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് വാദിക്കുകയാണ്. മാനുഷികമായി നമ്മളെ കുഴപ്പത്തിലാക്കുന്ന ഒരു പ്രതിസന്ധിയാണത്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കണം. ഇങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിന് നേരെ വരും, കുടുംബങ്ങൾക്ക് നേരെ വരും, നമ്മുടെ മക്കൾക്ക് നേരെ വരും, സഭയുടെ ഉള്ളിൽ വരും. ഈ സമയത്തൊക്കെ ആ പ്രതിസന്ധികൾ, ആ ഇഷ്യൂസ്, ആ ക്രൈസിസുകൾ, ആ അസ്വസ്ഥതകൾ, അല്ലെങ്കിൽ അവിടെ രൂപപ്പെട്ടിരിക്കുന്ന ചില പ്രതിസന്ധികൾ, അത് പരിഹരിക്കണമെങ്കിൽ പരിശുദ്ധ ജ്ഞാനം വെളിപ്പെടണം. ചിലപ്പോൾ നമ്മുടെ ചില സംസാരങ്ങൾ, നമ്മുടെ ചില പ്രവൃത്തികളും ആ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കി അത് കൂടുതൽ സങ്കീർണമാക്കി മാറ്റുന്നു. എന്നാൽ കർത്താവിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ആ പരിശുദ്ധ ജ്ഞാനത്തിലൂടെ ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചാൽ, ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും, ആത്മാവ് നമ്മളെ സഹായിക്കും, പരിശുദ്ധ ജ്ഞാനം വെളിപ്പെടും. ഈ ദൈവിക ജ്ഞാനത്തിലൂടെ ആ പ്രശ്നങ്ങളെ കർത്താവ് പരിഹരിച്ചു തരും, നിനക്ക് സമാധാനം തരും, സ്വസ്ഥത തരും. അവിടെ അത് അനുഗ്രഹദായകമായ ഒരു സ്ഥിതി വിശേഷം പരിശുദ്ധാത്മാവ് നമുക്ക് തരും. പക്ഷെ അതിന് ഒരു ഫെയ്ത്ത് നമുക്കുണ്ടാകണം, ആ ഒരു ദൈവാശ്രയത്വം നമുക്കുണ്ടാകണം. പരിശുദ്ധ ജ്ഞാനത്തിൽ നിറയാനുള്ള, പ്രാർത്ഥിക്കുവാനുള്ള ഒരു ആഗ്രഹവും ദാഹവും നമുക്കുണ്ടാകണം. അവിടെയാണ് ആത്മാവ് പ്രവർത്തിക്കുന്നത്. ഈ സമയത്ത് സോളമൻ എന്താ പറഞ്ഞേ? രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 24-25 വചനങ്ങൾ. ഒരു വാൾ കൊണ്ടുവരാൻ രാജാവ് കൽപ്പിച്ചു. സേവകൻ വാൾ കൊണ്ടുവന്നു. രാജാവ് വീണ്ടും കൽപ്പിച്ചു, ജീവനുള്ള കുഞ്ഞിനെ 2ആയി പിളർന്ന് ഇരുവർക്കും കൊടുക്കുക, ഓരോരുത്തർക്കും ഓരോ ഭാഗം കൊടുത്തോളാൻ പറഞ്ഞു. ആ ജ്ഞാനം കൊണ്ട് ഞാൻ ഈ വചനം വായിച്ച് അത്ഭുതപ്പെട്ടു പോയി. നമ്മളാണ് ഈ സോളമൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നമ്മൾ ആകെ കുഴഞ്ഞു പോവും. പക്ഷെ കണ്ട് പരിശുദ്ധ ജ്ഞാനം സഹായിക്കുകയാണ്. ആ ഇഷ്യൂ, ആ പ്രതിസന്ധി പരിഹരിക്കുവാൻ, യഥാർത്ഥ അമ്മ ആരാണെന്ന് കാണിച്ചു കൊടുക്കുവാൻ പരിശുദ്ധ ജ്ഞാനം വെളിപ്പെടുകയാണ്. കണ്ടോ, ജ്ഞാനം പ്രവർത്തിക്കുക. വകതിരിവില്ലാതെ നമ്മൾ വളവളവളാന്ന് കുറെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല സഹോദരങ്ങളെ. നമ്മൾ പല പ്രശ്നങ്ങൾക്കും കാരണം ഈ വകതിരിവില്ലാത്തതാണ്. അവിടെയാണ് ഈ ജ്ഞാനത്തിൻ്റെ ആവശ്യം. ഹോളി ഫിസ്റ്റ് നമുക്ക് വേണ്ടത്. വകതിരിവില്ലാതെ സംസാരിക്കുക, അങ്ങനെ പ്രവർത്തിക്കുക. എപ്പോഴാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, ആരോടാണ് സംസാരിക്കുന്നത്, എപ്രകാരം സംസാരിക്കുന്നത്, നമുക്ക് പലർക്കും അറിയില്ല സഹോദരൻ. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ തന്നെ വരുത്തി വയ്ക്കുകയാണ്. ഇന്ന് കുടുംബങ്ങളിലും സഭയിലും മിനിസ്ട്രികളിലും ലോകത്തിലും നിങ്ങൾ പല പ്രശ്നങ്ങളും നമ്മൾ വരുത്തി വയ്ക്കുന്നതാണ്. നമ്മുടെ വകതിരിവില്ലാത്ത പ്രവൃത്തികളും സംസാരങ്ങളും മൂലം സംഭവിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾ ഈ വചനത്തിലേക്ക് നോക്കി, ഞാൻ സോളമൻ രാജാവിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. ആ മനുഷ്യനിൽ വെളിപ്പെട്ട പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ ശക്തി 2ആയി പിളർന്ന് ഓരോ ഭാഗവും 2 സ്ത്രീകൾക്ക് കൊടുത്തോളാൻ പറഞ്ഞു. ഉടനെ യഥാർത്ഥ അമ്മ വന്നിട്ട് പറഞ്ഞു, ഇല്ല, ആ കുട്ടിയെ പിളരരുത്, അവൾക്ക് തന്നെ കുഞ്ഞിനെ കൊടുത്തോളാൻ പറഞ്ഞു. മറ്റോട് വേണ്ട, ഈ 2ആയി പിളർക്കണം, 2ആയി പിളർന്ന് തന്നെ തരണം. സോളമന് മനസ്സിലായി യഥാർത്ഥ അമ്മ ആരാന്ന് മനസ്സിലായി. 28-ാമത്തെ വചനം എന്താ വചനം പഠിപ്പിക്കുന്നത്? അവളാണ് അതിൻ്റെ അമ്മ. രാജാവ് പറഞ്ഞു,
എതിർക്കാതെ ആ കുഞ്ഞിനെ പിളർക്കണ്ട, വാളുകൊണ്ട് വെട്ടിമുറിക്കണ്ട, ആ കുഞ്ഞിനെ മറ്റവൾക്ക് കൊടുത്തോ എന്ന് പറഞ്ഞവളാണ് ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ എന്ന് പറഞ്ഞത്. കാരണം ഒരു അമ്മയ്ക്കത് സഹിക്കില്ല. തൻ്റെ കുഞ്ഞിനെ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ഏത് അമ്മയ്ക്ക് പറ്റുക? രാജാവിൻ്റെ ഈ വിധി നിർണയം കണ്ടപ്പോൾ ജനങ്ങൾ മുഴുവൻ എന്താ പറഞ്ഞത്? ജനം മുഴുവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നീതി നടത്തുന്നതിൽ ദൈവിക ജ്ഞാനം രാജാവിനുണ്ടെന്നറിഞ്ഞ് അവർ അവനോട് ഭയഭക്തിയുള്ളവതാണ്. ലീഡർഷിപ്പിന്, നേതൃത്വത്തിന് ഈ ജ്ഞാനമുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്നവർക്ക് ബഹുമാനം ഉണ്ടാവും, ആദരവുണ്ടാവും. ലീഡർഷിപ്പിൽ ഈ പരിശുദ്ധ ജ്ഞാനത്തിന് മുദ്രയുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു, ആ കുടുംബത്തിൽ തകർച്ച പെട്ടെന്ന് വരില്ല. വിനാശകൻ കയറി വന്ന് ആ സംവിധാനങ്ങൾ നശിപ്പിക്കുവാൻ പെട്ടെന്ന് സാധിക്കില്ല. അത് അവിടെ ഒരു സുരക്ഷിതത്വം, ഒരു സംരക്ഷണമുണ്ട്. അപ്രകാരമുള്ള ലീഡർഷിപ്പിനോട് ഒരു സ്നേഹം ജനത്തിനുണ്ട്. നമ്മുടെ സഭയിൽ ഇതുപോലെ ലീഡർഷിപ്പ് ഉണ്ടാക്കണം. നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കണം, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബനാഥന്മാർക്ക്, നാഥകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രൊവിൻഷ്യൽസിന് വേണ്ടി, പ്രൊവിൻഷ്യൽ ടീമിന് വേണ്ടി, ജനറലാമ്മമാർക്ക് വേണ്ടി, ജനറൽസിന് വേണ്ടി, ജനറൽ ടീമിന് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കും. ആരൊക്കെ നേതൃത്വത്തിലായിരിക്കുന്നു അവർക്കെല്ലാം ഈ പരിശുദ്ധ ജ്ഞാനം കൂടിയെത്തിയൊരു സഹോദരങ്ങൾ പ്രശ്നങ്ങളെ പരിഹരിക്കുക. നിങ്ങൾ ജോഷുവയുടെ പുസ്തകത്തിലേക്ക് വരിക, ജോഷുവ പ്രവാചകന്റെ പുസ്തകം. അവിടെ എന്താ വചനം പഠിപ്പിക്കുന്നത്? ജോഷുവയുടെ കർത്താവ് പറഞ്ഞു, നിയമാവർത്തന പുസ്തകം 31-ാം അധ്യായം 7-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയാണ്. നിയമാവർത്തനം 31:7. അനന്തരം മോശ ജോഷയെ വിളിച്ച് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവനോട് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക. കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാർക്ക് ശപഥം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം, നീ ഇവരെ നയിക്കണം, നീ ഇവരെ നയിക്കണം. എൻ്റെ സഹോദരങ്ങളെ, വാഗ്ദാന ദേശത്തേക്ക്, കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ ജോഷുവ നീ നയിക്കണമെന്ന് പറഞ്ഞു. ഇത് പ്രസംഗിക്കാൻ എന്തൊരു എളുപ്പമാണ്, കേട്ടിരിക്കാൻ അതിനേക്കാൾ എളുപ്പമാണ്. എന്നാൽ ഈ മിഷൻ പൂർത്തീകരിക്കുവാൻ ഒരുപാട് പ്രതിസന്ധികൾ ജോഷുവയ്ക്ക് നേരിടേണ്ടി വന്നു. ഒന്നാമതായി, കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ നദി കടന്ന് അക്കരെ എത്തണം. അതെങ്ങനെ എത്തും? കരകവിഞ്ഞൊഴുകുന്ന ഈ ജോർദാൻ നദി എങ്ങനെ ക്രോസ് ചെയ്ത്, എങ്ങനെ ഇതിനെ ഭേദിച്ചുകൊണ്ട് മറുകര എത്താൻ പറ്റും? രണ്ടാമത്, ജെറീക്കോ കോട്ടയാണ്, ജെറീക്കോ മതിലാണ്. ആ മതിൽ തകർത്ത് വേണം ജെറീക്കോയിലേക്ക്. എങ്ങനെ ആ മതിൽ തകർക്കാൻ പറ്റും? മൂന്നാമത്, ശക്തരായ അമലേക്യരാണ്. ഈ അമലേക്യരെ കീഴ്പ്പെടുത്തണം. ഇങ്ങനെ പലവിധ ചലഞ്ചസ് ഉണ്ടായിരുന്നു. എന്നാൽ സഹോദരങ്ങളെ, നിങ്ങൾ ഈ ജോഷുവയുടെ പുസ്തകം വായിക്കണം. ഞാൻ പല പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള പരിശുദ്ധ ബൈബിളിൽ പുസ്തകമാണ് ജോഷുവയുടെ പുസ്തകം. നമ്മൾ ആ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു സത്യമുണ്ട്. ഈ പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ മുദ്രയാലെ തൻ്റെ മുൻപിലുള്ള ഓരോ പ്രതിസന്ധിയെയും വളരെ കൃപയോടെ കർത്താവിൻ്റെ കരം പിടിച്ച് ജോഷുവ അതിജീവിക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. എത്ര ശക്തമായ ആത്മാവിൻ്റെ പ്രവർത്തനമായിരുന്നു പ്രവാചകനായ ജോഷുവയിലൂടെ പരിശുദ്ധാത്മാവ് തന്റെ ജനം മധ്യേ വെളിപ്പെടുത്തിയത്. ഈ പരിശുദ്ധ ജ്ഞാനം അവനിലൂടെ ശക്തമായി വെളിപ്പെടുകയാണ്. ജോർദാൻ നദി മറികടക്കുവാൻ ഈ ജ്ഞാനത്തിലൂടെ ജോഷുവ കർത്താവിൻ്റെ മനസ്സ് മനസ്സിലാക്കി, അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. അപ്രകാരം ജനം മുഴുവൻ പ്രവർത്തിച്ചപ്പോൾ അത്ഭുതകരമായി ആ കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ നദിയുടെ അതിനെ രണ്ടായി പിളർത്തി കർത്താവ്. അതിൻ്റെ വരണ്ട മണ്ണിലൂടെ, വരണ്ട ഭൂമിയിലൂടെ എന്ന വണ്ണം ജോർദാൻ നദി കടന്ന് അവരക്കരെ എത്തുകയാണ്. ഇതുപോലെ ജെറീക്കോ കോട്ട എങ്ങനെ തകർക്കണം? കർത്താവ് അതിനുള്ള ആലോചന കൊടുത്തു. ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇത് പുസ്തകം വായിച്ച് കിട്ടുന്ന അറിവാണോ? ആണോ സഹോദരങ്ങളെ? ഇത് പ്രസംഗം കേട്ട് കിട്ടുന്ന അറിവാണോ? യൂട്യൂബിലും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കിട്ടുന്ന അറിവുകളാണ്? അല്ല സഹോദരങ്ങളെ, ഇത് ദൈവസന്നിധിയിൽ ദൈവാലോചനയ്ക്ക് വേണ്ടി പരിശുദ്ധ ജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന ആത്മീയമായ സന്ദേശങ്ങളാണിത്. ഇത് മാനുഷിക അറിവല്ല, ലോകത്തിന്റെ പരിജ്ഞാനമല്ല. ഇത് പൂർണ്ണമായും പരിശുദ്ധ ജ്ഞാനത്തിന്റെ പ്രവർത്തനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു പരിശുദ്ധ. ഇതുപോലെ നമ്മുടെ മുൻപിൽ ജോർദാനുകൾ തലയുയർത്തി നിൽക്കുമ്പോൾ, ജെറീക്കോ കോട്ടകൾ നമ്മുടെ മുൻപിൽ പ്രതികൂലമായി നിൽക്കുമ്പോൾ,
നമ്മൾ ചെയ്യേണ്ടത് ഈ പരിശുദ്ധ ജ്ഞാനത്തിൽ ഈ പ്രതിസന്ധികളെ പരിഹരിക്കുവാനുള്ള ദൈവാലോചനയ്ക്ക് വേണ്ടിയാണ്. ജ്ഞാനം നിനക്ക് വെളിപ്പെടുത്തും, ജ്ഞാനം നിനക്ക് വെളിപ്പെടുത്തും. നീ എന്താണ് ചെയ്യേണ്ടത്, നീ എപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്, നീ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, നീ എന്താണ് സംസാരിക്കേണ്ടത്, കൃത്യമായി പരിശുദ്ധ ജ്ഞാനം നിനക്ക് വെളിപ്പെടുത്തി തരും. എത്ര പേര് വിശ്വസിക്കുന്നു? അവർ ആമേൻ പറഞ്ഞേ. ആമേൻ. Praise the Lord. Praise the Lord. ഇതുപോലെ അമലേക്കിനുമായ യുദ്ധത്തിൽ ദൈവം വഴി പറഞ്ഞു കൊടുത്തു, അതുപോലെ സംഭവിക്കുകയാണ്. അവസാനം എന്ത് സംഭവിച്ചു? ഈ ജനത്തെ ജോഷുവ ഈ പ്രതിസന്ധികളെയെല്ലാം പരിശുദ്ധ ജ്ഞാനത്തിലൂടെ മറികടന്ന് ആ വാഗ്ദാന ദേശത്ത് എത്തിക്കുകയാണ്. ഞാൻ പലപ്പോഴും കണ്ണുനീരോടെ വായിക്കുന്നൊരു വചനമാണത്. ജോഷുവായുടെ പുസ്തകം 5-ാം അധ്യായം 11-12 വചനങ്ങളിൽ അവിടെ പിറ്റേ ദിവസം അവർ ആ ദേശത്ത്, കാനാൻ ദേശത്തെ വിളവിൽ നിന്ന് ഉണ്ടാക്കിയ പുളിപ്പില്ലാത്ത അപ്പവും വറുത്ത ഗോതമ്പും ഭക്ഷിച്ചു. 12-ാം വചനം പറയാണ്, പിറ്റേന്ന് മുതൽ മന്ന വർഷിക്കാതെയായി. ഇസ്രായേൽ ജനത്തിന് പിന്നീട് മന്ന ലഭിച്ചില്ല. അവർ ആ വർഷം മുതൽ കാനാൻ ദേശത്തെ ഫലങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തി. അപ്പോ ഇസ്രായേൽ ജനം എവിടെ എത്തി? പ്രോമിസ് ലാൻഡ്, കാനാൻ ദേശത്തെത്തി. എന്തുമാത്രം ഒപ്പോസിഷൻസ്, വെല്ലുവിളികൾ, ചലഞ്ചസ്, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ഇതിനെയെല്ലാം മറികടന്ന് ഈ ജനത്തെ വാഗ്ദാന ദേശത്തേക്ക് എത്തിക്കുവാൻ ജോഷയ്ക്ക് കഴിഞ്ഞത് അവനിൽ പരിവർത്തിച്ച പരിശുദ്ധ ജ്ഞാനമായിരുന്നു. ഹോളി വിസ്ഡം. ഈ ജ്ഞാനത്തിലൂടെ പ്രതിസന്ധികളെ പരിഹരിക്കുവാനുള്ള ദൈവാലോചന ജോഷുവ സ്വീകരിക്കുകയാണ്. എത്ര നല്ലൊരു മോഡലാണ്, മാതൃകയാ സഹോദരങ്ങളെ. കുടുംബനാഥന്മാരും സഭാ നേതൃത്വവും മിനിസ്ട്രി ലീഡേഴ്സും, അത് സെക്യുലർ ആകട്ടെ, അത് സ്പിരിച്വൽ ആകട്ടെ, നമ്മുടെ എല്ലാ ലീഡേഴ്സ് സ്വന്തമാക്കിയിട്ടൊരു കാര്യം അത് സഹോദരങ്ങളെ. എത്ര തന്മയത്വത്തോടു കൂടിയ ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത്. കാരണം നിയമാവർത്തന പുസ്തകം നിയമാവർത്തനം 34:9 വചനം പറയുന്നുണ്ട്, നൂനിന്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. ജോഷുവ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ പരിശുദ്ധ ജ്ഞാനത്തിന്റെ മുദ്ര ജോഷുവയുടെ മേലുണ്ടായിരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ ജ്ഞാനത്തിന്റെ മുദ്ര. ഈ ജ്ഞാനത്തിന്റെ അഭിഷേകത്താലാണ് ഈ പ്രതിസന്ധികളെല്ലാം ജോഷ അതിജീവിച്ചത്. നമുക്ക് ഈ സമയം എഴുന്നേറ്റ് നിൽക്കാം, കർത്താവിൽ എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ ജ്ഞാനം നമ്മളിലേക്ക് ഒഴുകപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുവാൻ, നമ്മുടെ സഭയിലേക്ക് ഒഴുകപ്പെടുവാൻ, ലോകം മുഴുവന്റെ മേൽ എല്ലാ ജനപദങ്ങളിലേക്കും ഈ പരിശുദ്ധ ജ്ഞാനത്തിന്റെ പകർച്ചയുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് മക്കള് പ്രതിസന്ധികളിൽ പെട്ടുകിടക്കുന്നു. എങ്ങനെ പ്രശ്നം പരിഹരിക്കും, എങ്ങനെ ഈ പ്രതിസന്ധിയെ ഇല്ലാതാക്കാം, എങ്ങനെ കുരുങ്ങിക്കിടക്കുന്ന എന്റെ ജീവിതത്തിന് എനിക്ക് എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും? ഉത്തരം കിട്ടാതെ മനസ്സ് കലങ്ങി നൊന്തുനീറി കഴിയുന്ന ആയിരങ്ങളെ ഞാൻ ആത്മാവിൽ കാണുന്നു. പ്രിയ സഹോദര സഹോദരി, ഇത് നിനക്കുള്ള പരിശുദ്ധാത്മാവിന്റെ ആലോചനയാണ്. ദൈവിക ജ്ഞാനത്താൽ നീ നിറയുമ്പോൾ, പരിശുദ്ധ ജ്ഞാനത്തിന്റെ മുദ്രയാൽ നീ മുദ്രിതനാകുമ്പോൾ, നീ മുദ്രിതയാകുമ്പോൾ ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള ദൈവാലോചന ലഭിക്കുന്നു. ആ പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ട് പോകുവാനുള്ള ആത്മ നടത്തിപ്പ് നിനക്കുണ്ടാകുന്നു. പുതുവഴികൾ തുറക്കപ്പെടുന്നു, കെട്ടുകൾ പൊട്ടുന്നു, കുരുക്കിക്കിടക്കുന്ന വലകൾ അത് റിലീസ് ചെയ്യപ്പെടുന്നു. ദൈവശക്തി വ്യാപരിക്കുന്നു. ഹോളി വിസ്ഡം, ഹോളി വിസ്ഡം. പരിശുദ്ധ ജ്ഞാനമേ, പരിശുദ്ധ ജ്ഞാനമേ, ഞങ്ങളെ നയിക്കണമേ. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാം, പ്രതിസന്ധികളെ പരിഹരിച്ച് കൃപയോടെ ജീവിക്കാൻ, ദൈവവചനത്തിൽ ജീവിക്കാൻ, കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, ദേശങ്ങൾ ഉണർത്തപ്പെടട്ടെ, സഭ നവീകരിക്കപ്പെടട്ടെ. ഇരുകരമുയർത്തി വിളിക്കുന്നു, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു. കൃപകളും മരങ്ങളും ജ്വലിച്ചിടുവാൻ, പരിശുദ്ധ ജ്ഞാനത്താൽ നിറയുവാൻ, പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ, ആത്മശക്തിയാൽ നിറയുവാൻ, ദൈവജ്ഞാനത്തിൽ നിറയുവാൻ, ജ്ഞാനത്തിന്റെ മുദ്രയാൽ പ്രകാശിതരാകുവാൻ കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ. സ്തുതിക്കുന്നു. കൃപ ഒഴുകട്ടെ. ആമേൻ. കരമടിച്ച്
ശക്തിയോടെ കരം പിടിച്ച് വലിയ ദാഹത്തോടെ പരിശുദ്ധ ജ്ഞാനമേ എന്നിൽ നിറയണമേ, കുടുംബങ്ങളിൽ നിറയണമേ, സമൂഹങ്ങളിൽ നിറയണമേ, സഭയിൽ നിറയണമേ. ആമേൻ, ആമേൻ. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒന്നിച്ചു പാടുന്നു. ആമേൻ, ആമേൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പരിശുദ്ധ ജ്ഞാനത്തിന്റെ വചനത്തിൽ വേരും വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ, നിഞ്ജനമുണർന്നി. എത്ര പേര് ആഗ്രഹിക്കുന്നു? മഴയെ വീണ്ടും അയക്കണമേ, നിഞ്ജനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ. ഹോളി വിസ്ഡം. പരിശുദ്ധ ജ്ഞാനം കുടുംബങ്ങളിൽ നിറയണം, വ്യക്തി ജീവിതത്തിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ. പരിശുദ്ധ ജ്ഞാനം, ഹോളി വിസ്ഡം, ഹോളി വിസ്ഡം നിറയട്ടെ, നിറയട്ടെ. നൽകണമേ. കരമുയർത്തി വിളിക്കുന്ന ആത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ജ്ഞാനത്തിനായി വിളിച്ചു പ്രാർത്ഥിക്കുക. ഹോളി വിസ്ഡത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആത്മാവിന്റെ ജ്ഞാനം നിറയട്ടെ, പരിശുദ്ധ ജ്ഞാനം നിറയട്ടെ, പരിശുദ്ധ ജ്ഞാനം നിറയട്ടെ. ഹോളി വിസ്ഡം കുടുംബങ്ങളിൽ നിറയട്ടെ, തലമുറകളിലേക്ക് എടുക്കട്ടെ, സഭ മുഴുവന്റെ മേലെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. പ്രതിസന്ധികളെ പരിഹരിക്കുവാൻ, പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ പരിശുദ്ധ ജ്ഞാനമുദ്രയാ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവ്. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ആമേൻ. പരിശുദ്ധ ജ്ഞാനത്താൽ ആത്മാവേ ഞങ്ങളെല്ലാം മുദ്ര ചെയ്യണമേ. ഞങ്ങൾ മുദ്രിത ആത്മാക്കളാകട്ടെ, ജ്ഞാന ചൈതന്യമുള്ളവരാകട്ടെ, ആത്മാവിന്റെ ജ്ഞാനത്താൽ നയിക്കപ്പെടുന്നവരാകട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. ആമേൻ. ശാന്തമായിട്ടിരുന്നേ. പരിശുദ്ധ ജ്ഞാനത്തിന്റെ ആവശ്യകതയിൽ മൂന്നാമത്തെ കാര്യം, സാത്താന്റെ വഞ്ചനകളെ അറിയുവാൻ, മനസ്സിലാക്കുവാൻ പരിശുദ്ധ ജ്ഞാനം വേണം. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുമായി പങ്കുവെച്ചു, ഇന്ന് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഡിസീവിങ് സ്പിരിറ്റ്, വഞ്ചനയുടെ ആത്മാവാണ്, ചതിയുടെ ആത്മാവ്, നുണയുടെയും കപടതയുടെയും ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ഒരിക്കലും ചതിയുടെ ആത്മാവല്ല, കാപട്യത്തിൻ്റെ ആത്മാവല്ല, അത് പിശാചാണ്. സാത്താൻ നുണയനും നുണയന്മാരുടെ അപ്പനുമാണ്, നുണയന്മാരുടെ പിതാവാണ് പിശാച്. അവൻ സർവ്വലോകത്തെയും എല്ലാ ജനതകളെയും വഞ്ചിക്കുന്ന വഞ്ചകനാണ്, ഡിസീവർ. പിശാചിനെ പരിശുദ്ധ ബൈബിൾ വിളിക്കുന്ന പേര് വഞ്ചകൻ, ചതിയൻ എന്നാണ്, ഡിസീവർ എന്നാണ്. എൻ്റെ സഹോദരൻ, അവൻ ഇന്ന് കുടുംബങ്ങളെ ചതിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്ന് വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവരെ അവൻ ഇന്ന് വഞ്ചനാത്മകമായ വാക്കുകളിലൂടെ കൃപയിൽ വീഴ്ത്തിക്കളയുന്നു. കൂടുതൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കുടുംബങ്ങൾ, ഓരോ വ്യക്തി ജീവിതത്തിൻ്റെ മേൽ ഇതുപോലുള്ള പൈശാചിക അറ്റാക്സുകൾ വരുന്നു. കാരണം വെളിപാട് 12:12 കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന നാളുകൾ, താൽക്കാലികമായി സാത്താനെ അധികാരം അനുവദിക്കപ്പെട്ട നാളുകൾ. വെളിപാട് പുസ്തകം 12-ാം അധ്യായം, അവിടെ 9-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നുണ്ട്, ആ വലിയ സർപ്പം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന ആ പുരാതന സർപ്പം, അതിൻ്റെ പേരാണ് സാത്താൻ, ഡബിൾ, പിശാച്. സർവ്വലോകത്ത് കുടുംബങ്ങളെ വഞ്ചിക്കുന്ന, സമൂഹങ്ങളെ സഭയെ വഞ്ചിക്കുക,
തെരഞ്ഞെടുക്കപ്പെട്ടവരെ വഞ്ചിക്കുക. അങ്ങനെ വഞ്ചനാത്മകമായ വാക്കുകളിലൂടെ അവരെ കൃപയിൽ വീഴ്ത്തിക്കളയുക, അവരുടെ സമർപ്പണത്തെ നശിപ്പിക്കുക, അവരുടെ ജീവിത വിശുദ്ധി ഇല്ലാതാക്കുക. സാത്താൻ ഈ വഞ്ചനയുടെ ആത്മാവിനെ മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവില്ല സഹോദരങ്ങളെ. അത് ഞാൻ ചിലർ പറഞ്ഞു കേട്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല, ആ വ്യക്തി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എത്ര ഭംഗിയായിട്ടാണ് അത് പ്രസന്റ് ചെയ്ത് ആ കുടുംബത്തെ നശിപ്പിച്ചത്, അല്ലെങ്കിൽ ആ വ്യക്തി വ്യതിചലിപ്പിച്ച് കളഞ്ഞത്. ഈ വഞ്ചനയുടെ വാക്കുകളെ മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പിശാചിന്റെ ചതികളെ മനസ്സിലാക്കാൻ പരിശുദ്ധ ജ്ഞാനത്തിന്റെ മുദ്രയുണ്ടാകണം. ഈ ജ്ഞാനമുദ്രയുള്ളവർക്ക് ഈ വഞ്ചന മനസ്സിലാക്കാൻ പറ്റും. അല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നമ്മൾ അവരോട് ശ്രദ്ധിക്കാൻ പറയുമ്പോൾ അവർ നമുക്ക് അരിശപ്പെടും, നമുക്കെതിരെ അരിശപ്പെടും, അവർ മുൻകോപത്തിലേക്ക് വരും. നമുക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന് അവർ ചിന്തിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് ജോൺ, യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 19-ാം വചനത്തിൽ സത്യവചനം പറയുന്നു, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടൻ പിശാച്ചാണവൻ. ദുഷ്ടൻ എന്ന് പറഞ്ഞ പിശാച്ചാണ്, പിശാച്ചിന്റെ ശക്തിവലയത്തിലാണെന്നും നാം അറിയുന്നു. സർവലോകത്തെയും സകല മനുഷ്യരെയും വഞ്ചിക്കുന്ന ദുഷ്ടപിശാച്ചിന്റെ വലയത്തിലാണ് ഇന്ന് ലോകമെന്ന് വിശുദ്ധ യോഹന്നാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണേ, 2000 വർഷം മുൻപ് എഴുതപ്പെട്ട വചന ഇത്. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ വചനത്തിൻ്റെ കാലിക പ്രസക്തി മനസ്സിലാക്കുക. മറ്റേത് നാളുകളേക്കാളുപരി ഈ നാളുകളിൽ ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഇന്ന് വഞ്ചനയുടെയും ചതിയുടെയും ആത്മാവിനെയാണ് നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നത്. അത് സെക്യുലർ വേൾഡിലാണെങ്കിലും സ്പിരിച്വൽ വേൾഡിലാണെങ്കിലും ഒരുപോലെ നമ്മൾ കാണുന്നു ഈ ചതിയുടെ ആത്മാവിനെ, വഞ്ചനയുടെ ആത്മാവിനെ. വെളിപാട് പുസ്തകം 20:3 വീണ്ടും ആത്മാവ് ആവർത്തിച്ചു പറയുകയാണ്, വചനം പഠിപ്പിക്കുന്നു. വെളിപാട് 20:3, അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിലടച്ച് മുദ്ര വെച്ചു. 1000 വർഷം തികയോളം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്. കണ്ടു, ജനതകളെ വഞ്ചിക്കാതിരിക്കുന്നത്. നിങ്ങൾ മനുഷ്യ മക്കളെ വഞ്ചിക്കുക, ഇതാണ് പിശാചിന്റെ പ്രവൃത്തി. സാത്താന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ ആത്മാക്കളെ വഞ്ചിക്കുക. വഞ്ചിക്കുന്നതിന് അവൻ ഉപയോഗിക്കുന്നത് നാവാണ്. ശ്രദ്ധിക്കണം, നാവിലൂടെയാണ് ഈ വഞ്ചന വരുന്നത്. ആദ്യം ആക്ഷൻ സംസാരമാണ്, വാക്കുകളാണ്, നാവാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് അറിവില്ലാത്തവരാകരുത് കേട്ടോ, വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. പലപ്പോഴും നമുക്ക് ഈ ജ്ഞാനവെളിച്ചം കിട്ടുന്നില്ല, ജ്ഞാന ചൈതന്യം നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ കാരണം എന്താ? 2 കൊരിന്തോസ് 4:4 വചനം പറയുന്നു. 2 കൊരിന്ത്യൻസ് chapter 4:4, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ജ്ഞാനവെളിച്ചം കെട്ടുപോയി. ദൈവത്തിന് പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ജ്ഞാനവെളിച്ചം അവർക്ക് കാണാൻ പറ്റുന്നില്ല, ജ്ഞാനവെളിച്ചം ദൃശ്യമാകുന്നില്ല. ജ്ഞാന ചൈതന്യം കെട്ടുപോയത് കൊണ്ട് വഞ്ചന തിരിച്ചറിയാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് വാക്കുകളിലൂടെ വരുന്ന വഞ്ചനകൾ. അതുകൊണ്ടാണ് അന്ത്യകാലത്ത് ഇത്തരത്തിലുള്ള വഞ്ചനാത്മകമായി പൈശാചിക രൂപികൾ ശക്തമാകും. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അത് വർദ്ധിച്ചു വരുമെന്ന് കർത്താവിൻ്റെ സത്യവചനം നമുക്ക് സാക്ഷ്യം നൽകുന്നുണ്ട്. നമ്മൾ എന്തിനാ സംശയിക്കണേ? വെളിപാട് പുസ്തകം 16:13 വരിക. വെളിപാട് 16:13, സർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും പുറപ്പെട്ട തവളകൾ പോലുള്ള 3 അശുദ്ധാത്മാക്കളെ ഞാൻ കണ്ടു. തവളകൾ പോലുള്ള 3, ഇത് വഞ്ചനയുടെ ആത്മാക്കളാണ്, കാപട്യത്തിൻ്റെ ചതിയുടെ ആത്മാക്കളാണ്. ഈ തവളയുടെ പ്രത്യേകത, തവളയുടെ പ്രധാന ആയുധം എന്ന് പറയുന്നത് നാവാണ്. അത് നാവ് നീട്ടി കൊച്ചു പ്രാണികളെ അത് പിടിക്കുന്നു. അതറിയില്ല, പെട്ടെന്ന് നാവ് പുറത്തേക്ക് നീട്ടിയിട്ട് ആ പ്രാണിയെ പിടിക്കും. നാവാണ് അതിൻ്റെ ആയുധം. ഇതുപോലെ അനേക മനുഷ്യാത്മാക്കളെ വഞ്ചിക്കുവാൻ, അവരുടെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുവാൻ, കുടുംബങ്ങളെ താറുമാറാക്കാൻ
അനേകം ജീവിതങ്ങളിലെ ജ്ഞാന വിളിച്ച് നഷ്ടപ്പെടുത്തി കളയാൻ, പലരുടെ സമർപ്പണത്തെ കെടുത്തിക്കളയാൻ ഇന്ന് പിശാച് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് നാവാണ്. ഈ നാവ് മനുഷ്യനാവിലൂടെ അവൻ പ്രവർത്തിക്കുന്നു. ഈ തവളയുടെ നാവ് പോലെ കെണിയാണ്. തവളയുടെ നാവ് എന്ന് പറഞ്ഞൊരു കെണിയാണ്, ഒരു കെണി അത്. ഇതുപോലെ ഇന്ന് അനേകം നാവുകൾ കെണിയാണ്. അതിൽ നിങ്ങൾ മനസ്സിലാക്കുക. അതിലൊന്നാമത്തേതാണ് വഞ്ചനാത്മകമായ വാക്കുകൾ, ചതിയുടെ വാക്കുകൾ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, ഈ ചതിയുടെ വാക്കുകൾ എന്ന് പറയുമ്പോൾ ഈ ചതിയുടെ വാക്കുകൾ ആണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ചതിയുടെ വാക്കെന്ന് മനസ്സിലായി നമ്മൾ ആരും ചതിയിലേക്ക് പോവില്ല. അപ്പോൾ അതിനർത്ഥം എന്താണെന്നറിയോ? ചതിയാന്ന് മനസ്സിലാവാത്ത അതുപോലെ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യും. ആ വ്യക്തി ഇങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ പറയും, ഇങ്ങനെ തലോടി, എൻ്റെ ദൈവമേ എന്തൊക്കെ വാക്കുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ദൈവമേ വളരെ നമ്മൾ ചിന്തിക്കും ഇതുപോലെ സ്നേഹമുള്ള ഒരാൾ, ഇദ്ദേഹത്തിന് ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റിയോ, ഇതുപോലെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയല്ലോ, ഇതുപോലെയുള്ള അല്ലെങ്കിൽ എന്നെ ഇന്നൊന്ന് ആശ്വസിപ്പിക്കാൻ പറ്റിയല്ലോ. അങ്ങനെയുള്ള ജനുവിൻ ആത്മാക്കളുണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. നല്ലൊരു ശതമാനം ഈ വഞ്ചനയുടെ അരൂപിയിലാണിത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പൗലോസ്ലിക സഭയെ പഠിപ്പിച്ചത് കൊളോസസ്കാർക്കുള്ള ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വചനം, വേഗത്തിലെ വചനം വായിച്ച്, ഞാനിത് പറയുന്നത് വഞ്ചനാത്മകമായ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ആരും നിങ്ങളെ വഞ്ചനാത്മകമായ ചതിയുടെ വാക്കുകളിലൂടെ, വഞ്ചനയുടെ വാക്കുകളിലൂടെ നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ, നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ താക്കീത് നിങ്ങൾക്ക് നൽകുന്നത്. അതിനർത്ഥം എന്താ? വഞ്ചനയുടെ വാക്കുകളുണ്ട്, ചതിയുടെ വാക്കുകളാണെന്ന് മനസ്സിലാവില്ല. തേനൊലിപ്പിക്കുന്ന വാക്കുകളെ പോലെ നമ്മളെ വശീകരിക്കുന്ന വിധത്തിൽ, നമ്മളെ വശപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രസൻറ്റേഷൻസ്, അങ്ങനെയുള്ള സംസാരങ്ങൾ, ചക്കരെ, മുത്തെ, കരളെ, വാവേ, അത് ഇത് എന്തൊക്കെ ചക്രവർത്തമാനങ്ങളാ, തേനൊലിപ്പിക്കുന്ന വാക്കുകളാ. നിങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധ വചനം പറയുക, ഇതിൽ നല്ലൊരു ശതമാനം ഇതൊക്കെ വഞ്ചനാത്മകമായ വാക്കുകളാണ്. ഈ കെണിയിൽ ദൈവത്തിന്റെ പൈതലേ, നീ പെട്ടുപോകരുത്. നീ പെട്ടുപോകാതിരിക്കണമെങ്കിൽ നിന്നിൽ പരിശുദ്ധ ജ്ഞാനത്തിന്റെ മുദ്രയുണ്ടാകണം. ജ്ഞാന വെളിച്ചം നിന്റെ ആത്മാവിൽ ജ്ഞാനത്തിന്റെ മുദ്ര പ്രകാശിതമാകണം. ഈ പരിശുദ്ധ ജ്ഞാനത്തിൽ നയിക്കപ്പെടുന്ന ഒരു ആത്മാവിനെയും ഇതുപോലെയുള്ള ചതിയുടെ വാക്കുകളിലൂടെ നശിപ്പിക്കാൻ പിശാചിന് പറ്റില്ല. അതിന് മനുഷ്യരെ സാത്താൻ യൂസ് ചെയ്യും. തൻ്റെ ഏജന്റുമാർ അവർ പോലും അറിയില്ല. തൻ്റെ ഇഷ്ടനിർവഹണത്തിനായി അങ്ങനെ അനേകരെ പിശാച് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ, അവർ പോലും അറിഞ്ഞിട്ടില്ല. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെയുള്ള മാനുഷികമായ കെണികളൊന്നിലും നമ്മൾ പെടില്ല. അതുകൊണ്ട് ഈ ചക്രവാക്കളുടെ പുറകെ നിങ്ങൾ ഓടരുത്. തേനൊലിപ്പിക്കുന്ന വാക്കുകൾ കേട്ടുമ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിച്ച് ആ വ്യക്തിയുടെ പുറകെ പോകരുത്. പരിശുദ്ധ ജ്ഞാനത്തിൽ നീ വിവേചിക്കണം. എല്ലാ ആത്മാക്കളെയും നീ വിശ്വസിക്കരുത് എന്ന് ഇത് വചനാണ്. ദൈവത്തിന്റെ വചനം പറയും, എല്ലാ ആത്മാക്കളെയും നീ വിശ്വസിക്കരുത്. എല്ലാം പരിശോധിച്ചു നോക്കണം. നല്ലതിനെ മുറുകെ, എല്ലാത്തിനും നീ റിജക്റ്റ് ചെയ്യണം, നീ തള്ളിക്കളയണം. അത് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും ശ്രദ്ധിക്കണം നിങ്ങൾ, വഞ്ചനാത്മകമായ. അതുകൊണ്ട് പൗലോസ് വീണ്ടും പറയുന്നു, 2 തെസ്സലോനി 2-ാം അധ്യായം 3-ാമത്തെ വചനം, 2 തെസ്സലോനി 2:3, ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. ഉറക്കുച്ചത്തിൽ ഏറ്റു പറഞ്ഞ്, ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എനിക്ക് ഈ പൗലോസിലെ ഒത്തിരി ഇഷ്ടം. തൻ്റെ സഭയോട്, സഭാ മക്കളോട്, താൻ വചനം പ്രസംഗിച്ച് കർത്താവിൻ്റെ രക്ഷയിലേക്ക് നയിച്ച തൻ്റെ ആത്മീയ മക്കളോട്, ഒരു അപ്പനോടടുത്ത ഒരു പിതൃവാത്സല്യത്തോടെ പൗലോസ്ലീഹ പറയാ, എൻ്റെ മക്കളെ, ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ, നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. നിങ്ങൾ ചതിയിൽ പെടരുത്, നിങ്ങൾ വഞ്ചനയിൽ പെടരുത്. മനുഷ്യൻ്റെ വഞ്ചനകളിലും ചതിവാക്കുകളിലും നിങ്ങൾ പെട്ടുപോകരുത്. അത് നിങ്ങളെ നശിപ്പിക്കും. എത്ര കുടുംബങ്ങളെ പിശാചിന് അതിലോട്ട് പോകുന്നില്ല. എത്ര കുടുംബങ്ങൾ ഈ മൊബൈൽ ഫോണിൽ മുഴുവൻ ഈ വാക്കുകളാണ്. ചാറ്റിങ്, അത് ഇത്, ആവശ്യമില്ലാത്ത ഇമോജികൾ, ഹാർട്ട്, ഇതൊക്കെ ഇട്ട് എല്ലാവർക്കും ഹാർട്ട് ഇട്ട് കൊടുക്കരുത് നിങ്ങൾ. പൂവ്, പിന്നെ അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടല്ലോ. ഒരു വഴി എന്താന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാൻ പാടില്ല. എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇത് പലരും അറിയുന്നില്ല. അറിയുന്നൊരുവനുണ്ട്, കർത്താവായ യേശു. യേശു യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവം, ജീവനുള്ള ദൈവം. എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം, ചതിയുടെ വാക്കുകളിൽ പെടരുത്. രണ്ടാമത് പിശാച്ച് വഞ്ചിക്കാനും ചതിക്കാനും ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഒരു ഏരിയയാണ് മുഖസ്തുതിയുടെ വാക്കുകൾ. മുഖസ്തുതിയുടെ വാക്കുകൾ, അങ്ങനെയുണ്ടൊരു വാക്കുണ്ടല്ലേ. അവരൊരിക്കലും അവർക്ക് കറക്ഷൻ കൊടുക്കില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആത്മാർത്ഥമായി നമ്മളെ തിരുത്തുന്നവരെ, അവരാണ് യഥാർത്ഥത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവരെ. എപ്പോഴും ഈ ചക്രവർത്തമാനങ്ങൾ മുഖസ്തുതിയുടെ വാക്കുകളും പറഞ്ഞ് ഒരിക്കൽ പോലും കറക്ഷൻ ഇല്ല, തിരുത്തലില്ല. എപ്പോഴും നമ്മളെ സുഖിപ്പിക്കുന്ന, നമ്മെ സന്തോഷിപ്പിക്കുന്ന, നമ്മെ തലോടുന്ന വർത്തമാനം പറഞ്ഞ് ആരെങ്കിലും നമ്മുടെ അരികിലേക്ക് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, ആ വ്യക്തിയെ നീ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. അവളുടെ ഉദ്ദേശശുദ്ധി നീ പരിശോധിക്കണം. സ്നേഹിക്കുന്നവർ ശാസിക്കും, സ്നേഹിക്കുന്നവർ കറക്റ്റ് ചെയ്യും. അതെന്തിനാണെന്നറിയോ? വളർച്ചയ്ക്ക് വേണ്ടി, പക്വതയിലേക്ക് എത്താൻ വേണ്ടിയാണ്. എനക്ക് ചിന്തിക്കുക, എത്ര കറക്ഷൻ, എന്തോരം ശാസന ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഒരുപാട് കറക്ഷൻസ് വെട്ടി നമ്മുടെ കൊമ്പുകൾ ചെത്തി മുറിക്കും കർത്താവ്. നമ്മൾ എളിമ പഠിപ്പിക്കും. അതൊക്കെ കർത്താവ് അനുവദിക്കുന്നത് അങ്ങനെ ആരെങ്കിലും നമ്മളോട്, അത് അവരുടെ സ്നേഹം കൊണ്ട് നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. ചിലപ്പോൾ നമുക്ക് പെട്ടെന്നൊരു അരിശമൊക്കെ വരും, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് അപ്രകാരമുള്ള എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ആത്മീയ പിതാക്കന്മാരെയോ, അങ്ങനെയുള്ള വൈദികരുണ്ട്, അങ്ങനെയുള്ള എൻ്റെ അൽമായ പ്രേക്ഷിതർ, എൻ്റെ പല സഹോദരങ്ങൾ, എൻ്റെ ഭവനത്തിലുള്ളവർ, ഞാൻ അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. കാരണം അവർ അന്ന് തന്ന കറക്ഷൻ, അതൊക്കെയാണ് ഇന്ന് ഇവിടം വരെ എത്തുവാൻ, നിങ്ങളുടെ ഈ വചനം പങ്കുവെച്ച് ഈ വചനവേദിയിൽ നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയത്. അന്ന് ലഭിച്ച ഇതുപോലെയുള്ള ചില കറക്ഷൻസാണ്. എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കണം, മുഖസ്തുതിയുടെ ചക്രവർത്തമാനങ്ങൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കുക. റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, 16-ാം അധ്യായം 18-ാം വചനത്തിൽ, റോമൻസ് ചാപ്റ്റർ 16 വേഴ്സ് 18, അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ്, എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേറ്റു പറഞ്ഞ്, ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവർ സരള ചിത്തരെ വഴി. ഇതിൽ നല്ലൊരു ശതമാനം പെട്ടെന്ന്, അങ്ങനെ ചില ആൾക്ക് പെട്ടെന്ന് വിശ്വസിക്കും. ആരെന്ത് പറഞ്ഞാൽ വിശ്വസിക്കും. അവരെ വളരെ ശ്രദ്ധിക്കണം നമ്മൾ. ഒരു പക്വതയില്ലാത്ത ആളുകൾ, ഒരാളൊരു കാര്യം പറഞ്ഞ് ഉടനെ വിശ്വസിച്ചു, മറ്റൊരു കാര്യം പറഞ്ഞ് ഉടനെ അത് വിശ്വസിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് ചതികളിൽ പെടുന്നുണ്ട്. എന്തോരം സ്ത്രീകൾ ഇങ്ങനെ നശിപ്പിക്കപ്പെടുന്നു, നമ്മുടെ പെൺകുട്ടികൾ നശിപ്പിക്കപ്പെടുന്നു, നമ്മുടെ കുടുംബങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. കൂടെ നിൽക്കുന്നവരെ, സഹപ്രവർത്തകർ, ഓഫീസിലുള്ളവരെ, കൂട്ടായ്മയിലുള്ളവരെ, ജോലി സ്ഥലത്തുള്ളവരെ, പല പരിചയക്കാർ, ബന്ധുമിത്രങ്ങൾ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ചില സുഹൃത്തുക്കൾ, ഭാര്യയുടെ ചില കൂട്ടുകാർ, ഇങ്ങനെ പല വിധത്തിലാണ് ഇതൊക്കെ വരുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വന്നവരെ പിന്നെ അറിയാതെ അവരുമായി അറിയുന്നില്ല. ഇതൊക്കെ എൻ്റെ സഹോദരങ്ങളെ, പിശാച് പ്രവർത്തിക്കുന്ന വിധങ്ങൾ, സാത്താൻ നിങ്ങൾ അവസരം കൊടുക്കരുതെന്ന് വചനം പറയുന്നുണ്ട്. പിശാചിന് അവസരം കൊടുക്കരുത്. പിശാചിന് അവസരം കൊടുത്തിട്ട് ഉറപ്പാണ് അവൻ അതിലൂടെ നുഴഞ്ഞു കയറി ഇതുപോലെയുള്ള ചതിപ്രയോഗങ്ങൾ, വഞ്ചനയുടെ പ്രവൃത്തികൾ ചെയ്ത് നമ്മൾ നശിപ്പിക്കും. ഈ ജ്ഞാനമുള്ളവർക്ക് ഇത് മനസ്സിലാകും. അവർ കാള വാല് പൊക്കുമ്പോൾ അത് എന്തിനാണെന്നറിയാമെന്ന് പറയുന്നത് പോലെ ഇതിങ്ങനെ മെല്ലെ അവർ പറയും, അധികം വേണ്ടാട്ടോ എന്ന് പറയും. ഈ അഭ്യാസം എൻ്റെ അടുത്ത് വേണ്ടെന്ന് പറയും. അല്ല, അവരവിടെ നിന്ന് ഒഴിഞ്ഞു പോവും. അല്ലെങ്കിൽ അത് കേൾക്കാൻ അവരിങ്ങനെ വാ പൊളിച്ച്. ചിലർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. ചിലർക്ക് ഇത് കേൾക്കാൻ വേണ്ടി അവർ നിൽക്കില്ല, അവരവിടെ നിന്ന് ഒഴിഞ്ഞു പോവും. ആ സാഹചര്യങ്ങൾ ഒഴിവാക്കും, അവരുടെ സംസാരങ്ങൾ ഒഴിവാക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് സഹോദരങ്ങളെ. പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കണം. മുഖസ്തുതിയുടെ വാക്കുകൾ. അതുകൊണ്ട് ഈ അന്ത്യകാലഘട്ടത്തിൽ അനേകരെ പിശാച് വീഴ്ത്തുന്നത്
ഈ അന്ത്യനാളുകളിൽ അനേകർ കൃപയിൽ വീഴ്ത്തിക്കളയുന്നത്, അനേകർ സമർപ്പണത്തെ കെടുത്തിക്കളയുന്നത്, അവർക്ക് കർത്താവ് കൊടുത്തിരിക്കുന്ന വിളിയിൽ അവർ വ്യതിചലിച്ചു പോകുന്നത് ഈ ചക്രവർത്തമാനങ്ങൾ പറഞ്ഞ് ആ മുഖസ്തുതിയുടെ വാക്കുകളിലൂടെ. നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? സംശയിക്കേണ്ട. വചനം പഠിപ്പിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ്. ദാനിയേൽ പ്രവചനം 11:32. പെട്ടെന്ന് വചനം വായിച്ച്. ദാനിയേൽ പ്രവചനം 11:32. ഉടമ്പടി ലംഘിക്കുന്നവരെ അവൻ മുഖസ്തുതി കൊണ്ട് വഴിതെറ്റിക്കും. മുഖസ്തുതി കൊണ്ട് വഴിതെറ്റിക്കും. ഉറക്കെ പറഞ്ഞേ, മുഖസ്തുതി കൊണ്ട് വഴിതെറ്റിക്കും. ഒന്നുകൂടി പറഞ്ഞേ, മുഖസ്തുതി കൊണ്ട് വഴിതെറ്റിക്കും. മുഖസ്തുതി കൊണ്ട് വഴിതെറ്റിക്കും. ചക്രവർത്തമാനങ്ങൾ പറഞ്ഞ് ദൈവവിളിയിൽ നിന്ന് വഴിതെറ്റിച്ച് കളയും. കർത്താവുമായുള്ള ബന്ധത്തിൽ നിന്ന്, വിശുദ്ധിയിൽ നിന്ന്, കുടുംബജീവിതത്തിൽ പാലിക്കേണ്ട പവിത്രതയിൽ നിന്ന്, വൈദിക ജീവിതമാകാം, സമർപ്പിത ജീവിതമാകാം, ഏകാവസ്ഥ ജീവിതമാകാം, ആ വിളിയിൽ പാലിക്കേണ്ട വിശ്വസ്തതയിൽ നിന്ന്, അല്ലെങ്കിൽ കൂട്ടായ്മയിൽ വ്യാപരിക്കുന്ന ദൈവിക അഭിഷേകത്തിൽ നിന്ന്, ദൈവകൃപയിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന് ഒത്തിരി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിക്കുക. വ്യതിചലിച്ചു പോകുന്നു. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ഉടമ്പടി ലംഘിക്കുന്നവർ മുഖസ്തുതിയുടെ വാക്കുകൊണ്ട് അവൻ വഴിതെറ്റിക്കുന്നു, വീഴ്ത്തിക്കളയും, കൃപയിൽ വീഴ്ത്തിക്കളയുന്നു. മുഖസ്തുതിയാന്ന് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ ജ്ഞാനം വേണം. ഇത് ചക്രവർത്തമാനങ്ങളാണെന്ന് അറിയണമെങ്കിൽ പരിശുദ്ധ ജ്ഞാനം വേണം. ചിലപ്പോൾ 3-4 ഡിഗ്രികളും അതുപോലത്തെ എന്താ പറയുക, അങ്ങനെ ചില 4 MA ഉണ്ട്, എനിക്ക് അതുണ്ട്, എനിക്ക് ഇതൊക്കെ ഉണ്ടാവാം. നമുക്ക് ലോകത്തിൽ ഒരുപാട് ഡിഗ്രികളുണ്ടാവാം. പക്ഷേ ഈ ഡിഗ്രികൾ കൊണ്ടൊന്നും ഈ ചക്രവർത്തമാനങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് ജ്ഞാനം വേണം, പരിശുദ്ധ ജ്ഞാനം വേണം. ഹോളി വിസ്ഡം ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ നീ നയിക്കപ്പെടണം. അടുത്ത അർത്ഥശൂന്യമായ ഒരു അർത്ഥമില്ലാത്ത വാക്കുകൾ, ഞാൻ അതിലോട്ട് പോകുന്നില്ല, നമ്മുടെ സമയമായി. അർത്ഥശൂന്യമായ വാക്കുകൾ, ഈ ലോകത്തിൻ്റെ നശ്വരമായ വാക്കുകൾ, സ്വർഗമില്ല, നരകമില്ല, ശുദ്ധീകരണ സ്ഥലമില്ല, വെറും ഇങ്ങനെ ലൗകികമായ, ജഡികമായ, ബൗദ്ധികമായ വാക്കുകൾ. നീ കള്ളുകുടിച്ചോ, നീ പ്രേമിച്ചോ, നീ വ്യഭിചാരം ചെയ്തോ, ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും നീ അനുഭവിച്ചു. ഇതിനൊക്കെയല്ലേ നമ്മൾ ഈ ലോകത്തിൽ വന്നത്. ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ, അത് മാക്സിമം ആസ്വദിക്കുക. ഇങ്ങനെ ഒരു അർത്ഥവുമില്ലാത്ത, ഒരു വിലയില്ലാത്ത, യാതൊരു വിധത്തിലും മൂല്യങ്ങളില്ലാത്ത അർത്ഥശൂന്യമായ വാക്കുകൾ പറഞ്ഞ് അനേകം ജീവിതങ്ങളെ പിശാച് വഞ്ചിക്കുന്നു. എഫെസോസ്യർക്കുള്ള ലേഖനം 5-ാം അധ്യായം 6-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നുണ്ട്. എഫെസോസ് 5:6. ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങൾ ആരും വഞ്ചിക്കാതിരിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധ ജ്ഞാനം വേണം. ഒരൊറ്റ വചനം വായിച്ച് അവസാനിപ്പിക്കുക. യൂദ 1:16. യൂദായുടെ ലേഖനം 1:16 എന്താണ് വചനം പറയുന്നത്? അവർ വെറുക്കുന്നവരും അസംതൃപ്തരും തങ്ങളുടെ ദുരാശകൾ കൊത്തവിധം നടക്കുന്നവരും വമ്പ് പറയുന്നവരും കാര്യസാധ്യതത്തിന് വേണ്ടി മുഖസ്തുതി പറയുന്നവരുമാണ്. ഒന്നുകൂടി ഉറക്കെ പറഞ്ഞേ, കാര്യം നടന്നു കിട്ടാൻ വേണ്ടി മുഖസ്തുതി പറയുന്നവരുമാണ്. അപ്പം മുഖസ്തുതിയുടെ ലക്ഷ്യം എന്താണ്? മുഖസ്തുതികൾ പറയുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? കണ്ടു, അവൻ എന്തോ അവൾക്ക് എന്തോ ഒരു ദുരുദ്ദേശം. നല്ല ഉദ്ദേശമല്ല. നല്ല ഉദ്ദേശമുള്ളവർക്ക് മുഖസ്തുതി പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒലിപ്പിച്ച് ചക്രവർത്തമാനങ്ങൾ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനത് പറയും വേദന കൊണ്ട് സഹോദരങ്ങളെ. എത്രയോ ചില വ്യക്തികൾ ഫോൺ ചെയ്ത് തകർന്നു പോയ ചില അനുഭവങ്ങൾ കേൾക്കുമ്പോൾ തല മരച്ചു പോകുന്ന വിധത്തിൽ ഹൃദയം പൊട്ടുന്ന വേദനയാണ്. എത്ര കുടുംബങ്ങളാണ് നശിച്ചു കൊണ്ടിരിക്കുന്നത്, എത്ര ജീവിതങ്ങളെ പിശാച് വഴിപിഴപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പൊന്നുപോലെയുള്ള പാവപ്പെട്ട നല്ല ശുദ്ധരായിട്ടുള്ള ഒത്തിരി ആത്മാക്കളെ സാത്താൻ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മുഖസ്തുതി പറഞ്ഞ് അവർ കാര്യം നേടിയെടുത്തു. പാവം ഒറ്റയ്ക്ക് ആൾക്ക് മനസ്സിലായില്ല ഇത് ചക്രവർത്തമാനമാണ്. എൻ്റെ സഹോദരങ്ങൾ, അങ്ങനെ വിശുദ്ധി വസ്തു കനികാത്ത നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ട്, ബന്ധങ്ങൾ നഷ്ടപ്പെട്ട്, ജീവിതം തകർന്നു പോയി, ഡിപ്രഷൻ അടിച്ച് ഒരുപാട് നശിച്ച ഒത്തിരി മനുഷ്യരെ കണ്ടിട്ടുണ്ട് സഹോദരൻ. കർത്താവ് അവർക്ക് പ്രത്യാശ കൊടുക്കുമ്പോൾ പക്ഷെ നമ്മൾ ആ കെണിയിൽ പെട്ടുപോകരുത്. പരിശുദ്ധ ജ്ഞാനം ഈ കാലത്തിൽ പ്രതിസന്ധികൾ നിറഞ്ഞ, പ്രതികൂലങ്ങൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി കൃപയോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.